അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ആദ്യം എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ആദ്യം മട്ടൻ പെരട്ടിയത്. മട്ടൻ പെരട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ പെരട്ടാണ്. പിന്നെ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ. വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചു. ഇതെല്ലാം ചതച്ച് വെച്ചേക്കാണ്. എല്ലാം നാടൻ രീതിയിൽ മല്ലി മുളക് വെജിറ്റ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ചു. ഇത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചു. എണ്ണ ചൂടായതിനു ശേഷം ഇതിടും. അതിടും അല്ലേ? അപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് ചതച്ചാണ് വെച്ചേക്കണേ. ഇപ്പോൾ കുക്കിംഗ് ഒക്കെ ചേട്ടൻ പഠിച്ചത്? ഓക്കെ. അപ്പോൾ ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇട്ടു. അതെന്തുകൊണ്ടാണ് ചതച്ചിടുന്നത്? നമ്മൾ ചതയ്ക്കുമ്പോഴേ അതിനുള്ള ശരിക്കും ടേസ്റ്റ് കിട്ടും. ചാറ് നിൽക്കുള്ളൂ. മറ്റേ അങ്ങനെ കിട്ടും. ഇളക്ക്. ഓക്കെ. ആ ഒരു ചതവിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടത്തില്ലല്ലേ ബാക്കിയൊന്നും? ഇതാകുമ്പോൾ ഇറച്ചിയിലും ഒന്ന് പറ്റി പിടിച്ചെങ്കിരിക്കും. ഇറച്ചിയിലെ പറ്റി പിടി. ഇറച്ചി ഇതിൻ്റെ കൂടെ അല്ലേ വേകുന്നത്. ഒരു മണം വരുന്നില്ലേ ഇപ്പോഴേ? ആ ഒരു പച്ച ആ ഒരു കൂട്ടിൻ്റെ മണം. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ബാക്കി 8 പേര് വരാറില്ല അവിടത്തേക്ക്? വരാറില്ല. അവരൊക്കെ ഓരോരുത്തരും ഓരോന്ന് ഏൽപ്പിച്ചേക്കുമല്ലോ. ഇപ്പോൾ മെയിനായിട്ട് ആൾക്കാർ ചോദിച്ചു വരുന്ന ഡിഷ് ഏതാ? റോസ്റ്റ്. പെരട്ട്. നമ്മൾ പെരട്ട് തന്നെയാണ് ആൾക്കാർ ചോദിച്ചു വരുന്നത്. ഓക്കെ. ഇവിടെ നമുക്ക് അടുത്ത് എന്തോ പറഞ്ഞല്ലോ, ബ്രെയിനിൻ്റെ എന്താണ്? ബ്രെയിനും ലിവറും. അത് എന്താ ചെയ്യുന്നത്? പെരട്ടി തന്നെ വയ്ക്കുന്നതാണ്. സവാള ഇടാം. നമ്മൾ സവോള ഇടാൻ നേരമുണ്ട്. സവോള ഇടുകയാണ്. സവോള അതോടെ ചൊരിഞ്ഞു. കുറച്ച് മഞ്ഞപ്പൊടി ഇടണം. കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നു. ഉപ്പും കൂടി ഇടുന്നു. കല്ലുപ്പല്ലേ? കല്ലുപ്പിട്ടു. നോക്കി കുറച്ച് ഇപ്പോൾ കുറച്ച് കല്ലുപ്പിട്ടിട്ടുണ്ട്. നല്ല പടം, വേറെ ഒന്നും കൊണ്ടല്ല. മണം വന്നില്ലേ? സവോളയുടെ ആ ഒരു കുത്തല്. ബിരിയാണിയൊക്കെ സൈഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. വാടി കിട്ടണമല്ലേ? നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ഇത് ഗ്രേവി ഇല്ലല്ലോ, കട്ട തിക്കല്ലേ? തിക്ക് ഗ്രേവി. ഇറച്ചിയിലുള്ള വെള്ളത്തിൽ തന്നെ കിട്ടും. ശകലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളം പിന്നീട് ഒഴിക്കുള്ളൂ. ഇതൊന്ന് വാടി വേണം. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇറച്ചി ഇട്ടതിന് ശേഷം ഓക്കെ. അപ്പം എന്തായാലും ഒന്ന് വാടി വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ ഇടാൻ നേരമായിട്ടുണ്ട്. മട്ടൻ ഇടാൻ പോവുകയാണ്. മട്ടൻ ഇടുന്നു. നല്ല ഫ്രഷ് മട്ടൻ അല്ലേ? കഴുകി വൃത്തിയാക്കി എടുത്ത് നന്നായിട്ടങ്ങ് ഇളക്കി മറിക്കുകയാണ്. മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒന്ന് മൊത്തത്തിൽ ഇളക്കി നമ്മൾ വെള്ളം ഒഴിച്ച് അടച്ചേക്കാം. കുറച്ച് നേരത്തേക്ക്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കാം. വെള്ളം ഒഴിക്കുന്നത് ലേശം മതിയല്ലേ? ലേശം വെള്ളം ഒഴിച്ചു. ഇനി ഇളക്കി ഇനി അങ്ങ് മൂടി വയ്ക്കുകയാണ്. ആ മൂടി അങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി എത്ര നേരം പിടിക്കും അത്? ഒരു 10-15 മിനിറ്റ്. 15 മിനിറ്റ് അല്ലേ? ഒരു 15 മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ വെന്തുണ്ടോ? മുളക് പൊടി ചേർക്കണം. വെന്തു. മുളക് പൊടി ചേർക്കണം. എന്ത് മുളക് പൊടി? കാശ്മീരിയാണ്? കാശ്മീരി ചില്ലിയാണ് ചേർക്കണേ. അപ്പോൾ മുളക് പൊടി അങ്ങ് ഇട്ടു. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ചേർക്കാണ്. അത് കഴിഞ്ഞിട്ട് മസാല പെരിഞ്ചീരപ്പൊടി ഒന്ന് ചേടയാണ്. ഇതിനകത്ത് മസാലയും പെരിഞ്ചീരപ്പൊടി, ഗരം മസാല. ഓക്കെ. അപ്പോൾ രണ്ടും കൂടി ഇട്ടു. എല്ലാം നമ്മൾ ആ ഒരു വഴറ്റി ആ സവാള ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ച് അതിൻ്റെ പൊക്കത്തോടെ. അപ്പോൾ നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് ഇളക്കുകയാണ് നമ്മൾ. ആ ഒരു മസാലയുടെ മണം ശരിക്കും പടരുന്നുണ്ട് കേട്ടോ. കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വെള്ളം അങ്ങ് വറ്റി അല്ലേ? വെള്ളം വറ്റി. ഇനി വേണമെങ്കിൽ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. അരപ്പിന് വേണ്ടിയേ നോക്കിയിട്ടാ. അപ്പം വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. വെള്ളം കൊണ്ടുവന്നു. ലേശം വെള്ളം ഒഴിക്കാൻ തോന്നുന്നു. ലേശം വെള്ളം ഒഴിക്കാം. നമ്മൾ പൊടിക്ക് വെള്ളം ഒഴിച്ചു. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുന്നു. ഒഴിച്ച വെള്ളം അപ്പം തന്നെ പറ്റിയിട്ടുണ്ടാവും. പിന്നെ ഇത്രയും ചൂട് കിടക്കില്ല. വെള്ളച്ചോണ്ടിരിക്കുന്ന സാധനത്തിൽ ചില തിക്ക് ഗ്രേവി ഉണ്ടാവും. വെള്ളം കൂടുതൽ വെച്ചാൽ തിക്ക് ഗ്രേവി കിട്ടത്തില്ല. നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത
അടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ പുറത്തു കൂടി അങ്ങ് ഒഴിക്കുന്നു. ഓക്കെ, റെഡിയായിട്ടുണ്ട്. റെഡിയായി. അപ്പോൾ നമ്മുടെ മട്ടൻ പെരട്ട് അഥവാ മട്ടൻ റോസ്റ്റ് അല്ലേ? ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടാകുമ്പോൾ ഒന്നുകൂടി ഇളക്കി അങ്ങ് വാങ്ങി വയ്ക്കാൻ പോവാണ്. ഓക്കെ, നമ്മുടെ മട്ടൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം എന്താണ്? ലിവറും ബ്രെയിനും ചെയ്യാം. ലിവറും ബ്രെയിനും കൂടി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതങ്ങോട്ട് വാങ്ങി വെക്കാം. നമുക്ക് മറ്റേ സെറ്റ് ചെയ്യാം. അപ്പോൾ ലിവറും ബ്രെയിനും അടുത്ത് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ മട്ടൻ പെരട്ട് അഥവാ റോസ്റ്റ് റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ ലിവറും ബ്രെയിനും കൂടിയിട്ട് റോസ്റ്റ് നേരത്തെ ഉണ്ടാക്കി കൂട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മൾ സവാള ഇട്ട് വെച്ചേക്ക് മല്ലിയും പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് ചതച്ചിട്ടേക്കുന്നു. ഞങ്ങളുടെ ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ലേശം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ലിവറും ബ്രെയിനും അതിനകത്ത് ലിവറും ബ്രെയിനും ഒന്ന് പ്രഷറിൽ ഒന്ന് കാണിച്ചോട്ടെ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് ലിവറും ബ്രെയിനും. ഇത് നമ്മൾ അങ്ങോട്ട് ഇടാൻ പോവാണ്. ആദ്യം ലിവർ പിന്നെ ബ്രെയിൻ പൊക്കത്തായിട്ട് ഇത് എത്ര നേരം പിടിക്കും ഒന്ന് വെന്ത് കിട്ടാൻ? 10 മിനിറ്റ് മതി. 10 മിനിറ്റ് സോഫ്റ്റ് അല്ലേ, പെട്ടെന്ന് ആവുമല്ലേ? ലിവറും ബ്രെയിനൊക്കെ പെട്ടെന്ന് ആവും, കാരണം സോഫ്റ്റ് ആണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക്